അപ്പോൾ ഇപ്പം നമ്മളെ ഗ്രില്ലടിക്കാൻ പോവാണ്, നമ്മളെ മുഴുവൻ ഗ്രില്ലടിക്കാൻ പോവാണ്. അപ്പോൾ 10 കൊല്ലമായിരുന്നു വളർത്ത് നമ്മൾ വെച്ചിൻ്റെ കാര്യമാണ്. ഇതിൽ ഉണ്ടാക്കിയ വീഡിയോ തന്നെ വീഡിയോ കിടന്ന് നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വീഡിയോ കിടത്താം. കുട്ടി പിടിച്ചു ഗൈസ് നമ്മൾ കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കിയിട്ട് അപ്പോൾ ഒരു 4 കിലോൻ്റെ അടുത്തുണ്ട്. പിന്നെ മറ്റേ ജോഡി നമ്മൾ ഒരു 10 കിലോ ഉണ്ട്. അത് നമ്മൾ വിറ്റ് നമ്മളൊരു 800 രൂപയ്ക്ക് വിറ്റ്. അപ്പോൾ ഇതിന് വിൽക്കേണ്ട വിചാരിച്ചു, നമ്മളിത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ. ഇതിൻ്റെ അത്ര അല്ലേ ഇത്ര ഉണ്ട്. ഗൈസ് ഇതിൻ്റെ തോലൊക്കെ നല്ല ഉറപ്പുണ്ട്. നമ്മൾ മറ്റേ മഞ്ഞളില്ലേ, ഞങ്ങൾ മഞ്ഞളിന്ന് പറയാം, മഞ്ഞളിൻ്റെ തോല് പെറുക്കിനെ വരെ നമ്മൾ പറിക്കണം. നല്ല കൊഴുപ്പൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് നല്ല റിസ്ക് ഉണ്ട്. ഇതിന് തോല് കൊണ്ട് പറിച്ച് ഒഴിവാക്കിയാലാണ് മസാല പിടിക്കുള്ളൂ. അല്ല ഞാൻ മസാല പിടിക്കില്ല, തോലുമലായ മസാല ആയിട്ട് പോയി നമ്മൾ ഗ്രില്ല് ചെയ്യല്ലേ, അപ്പോൾ പിടിക്കൂല. നല്ല കട്ട ചോര കണ്ട് വെച്ചമാരെ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇതുമ്പോൾ പണി എടുത്തിട്ടുണ്ടോ വെച്ചമാരെ. ഇതിൻ്റെ ഈ തോല് മുറിക്കാൻ തന്നെ നല്ല കട്ടിയുള്ള തോല്. അപ്പം ഈ ഇറച്ചി നമ്മൾ വേവുമെന്ന് അറിയില്ല, കാരണം നല്ല കട്ടിയുള്ള ഇറച്ചിയാണ്. നമ്മൾ നല്ല മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കണം. 2-3 മണിക്കൂർ നമ്മൾ എന്തായാലും മസാല പിടിപ്പിക്കണം, കട്ടിയുള്ള ഇറച്ചി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനാബിൾ ചെയ്തേക്കുക. ഇതുപോലത്തെ വ്യത്യസ്തപരമായ വീഡിയോസ് ഞങ്ങളെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് ഞാൻ കേൾക്കണ പരിപാടിയിലേക്ക് കിടക്കണം. ഒരു 3 വട്ടം കേൾക്കണം, 3-4 വട്ടം കേൾക്കണം, കാരണം നല്ല ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായി കേക്ക് എടുത്തിട്ട് കാണാൻ നല്ല മസാല തേച്ചാൽ ഗ്രില്ലടിക്കാൻ. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ്. തക്കാളി നല്ല ചീറാപ്പറങ്ക് കിട്ടും, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇട്ടാണ്ട് നമുക്കൊന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് വരാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുളകും പൊടി, കാശ്മീരി മുളകും പൊടി ഇടണം. നമ്മൾ പച്ചമുളക് ഇട്ടണമല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് എരിവ് മതി, കുട്ടികൾക്കും കഴിക്കാനുള്ളതാണ്. അങ്ങനെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് മന്തി മസാല ഇട്ടിട്ടുണ്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ച്. അൽഫാം പോലെ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമ്മൾ അൽഫാം മസാല മന്തി മസാല ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചിട്ട് നമ്മളൊന്ന് എടുത്ത് നമ്മൾ മസാല നല്ല തേക്കണം, കാരണം ഒരു 3-4 മണിക്കൂർ നമ്മൾ വെക്കണം, എന്തായാലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് അരച്ചതിൻ്റെ ശേഷം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി അടിക്കുക കേട്ടോ. നമ്മൾ മന്തി മസാല ഒക്കെ ഇട്ട്, മന്തി മസാല ഒക്കെ നമ്മൾ പോയി വാങ്ങിയിട്ട് വെച്ചാൽ മതി. നമ്മൾ ഇതൊന്ന് വരയണം, നല്ല കട്ടിയുള്ള ഇറച്ചി ആയതുകൊണ്ട് നല്ല വരഞ്ഞിട്ട് വേണം നമുക്ക് മസാലയൊക്കെ നല്ല ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് മുഴുവൻ ഉണ്ടാക്കുന്നതും തിന്നണതും, അപ്പോൾ എന്താ അറിയില്ല സംഭവം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്, രസമുണ്ടോ രസമില്ലേന്ന്. നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. നല്ല മസാല കയറണം, അപ്പോൾ നമ്മൾ കത്തി കൊണ്ടൊക്കെ ഒന്ന് കുത്തിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ മസാലയിലേക്ക് ഇറക്കണം വെച്ചാൽ മസാല നമ്മൾ തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമ്മളെ വരഞ്ഞതിലൊക്കെ വേണം തേച്ച് പിടിപ്പിക്കണം. നല്ലതായിട്ട് പിടിപ്പിച്ചിട്ട് വേണം. എന്നിട്ട് പിടിപ്പിക്കുന്നതിന് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കണം. അപ്പോൾ ഇതിന് 2-3 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ടോ വെച്ചാൽ ലൈക്കൊക്കെ അടിച്ചോളി, സപ്പോർട്ട് ചെയ്യും, നല്ല നമ്മളത് പവറാക്കാൻ കഴിയുള്ളൂ. കമൻറ്റ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതെവിടെയും കിട്ടാൻ ഇല്ല, നമ്മളെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇതെവിടെയും കിട്ടില്ല. ഈ മൊയ്യ് പറഞ്ഞ ആഫ്രിക്കൻ മൊയ്യ് പറഞ്ഞ സാധനം കിട്ടുന്നില്ല, ഇവിടെയൊക്കെ അത് ബാൻ ചെയ്തതാണ്.
ഹലോ മച്ചന്മാരെ, ഒരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ വിചാരിച്ച് നല്ല കട്ടിയുള്ള ഇറച്ചിയാവുമെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ നല്ല വലിയ വരയൊക്കെയാണ് ഇട്ടുന്നത്. കാരണം ഉറപ്പൊന്നുമില്ല മച്ചന്മാരെ, മറിച്ചിടാൻ കഴിയുന്നില്ല, ഒക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്, നല്ല വെന്തിട്ടുണ്ട് മച്ചന്മാരെ. ഇങ്ങനാണ് നമ്മളെ മുഴുവൻ്റെ അവസ്ഥ. കുഴപ്പമില്ല, എന്നാലും നമ്മൾ കഴിക്കാനുള്ള അത്ര കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിന് മച്ചന്മാരെ. നിങ്ങൾ ഇനി അങ്ങനത്തെ സാധനം വാങ്ങുകയാണെങ്കിൽ എവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനാബിൾ ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ മച്ചന്മാരെ. ഈ സോസ് കൂട്ടിയാണ്ട് പിടിച്ചാൽ മോനെ വേറെ ലെവലാണ് മച്ചന്മാരെ.